ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സയൻസിലെ പാർട്ട് 2 ആണ്. ഓക്കെ, സയൻസ് മുന്നേയുള്ള RRB എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റ് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയും നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, മാം ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ ചെയ്യാവോ, ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ RRBയുടെ RRB SSCക്ക് നമ്മൾ ചെയ്യുന്ന, അതായത് നമ്മുടെ ചാനലിലുള്ള എല്ലാ കണ്ടന്റും ഗ്രൂപ്പ് ഡിക്കും NTPCക്കും അതുപോലെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും NTPCയുടെ ഈ ഒരു 45 ഡേയ്സ് റിവിഷൻ സീരീസ് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി RRB SSC ഓറിയന്റഡ് കണ്ടന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാപ്പറേഷൻ ഒക്കേഴ്സ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ഇവാപ്പറേഷൻ അല്ലെ, ഇവാപ്പറേഷൻ ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നത്? നമുക്ക് 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ 3 സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവിയായി പോകുന്നത് അല്ലെ, വെള്ളം നീരാവിയായി പോകുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ്. അപ്പൊ എന്താണ്, ഇവാപ്പറേഷൻ എവിടെ മാത്രമേ നടക്കുള്ളൂ? ലിക്വിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് ഇവാപ്പറേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഹൈയസ്റ്റ്? പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന എനർജീനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് ഒബ്ജക്ട്സിൽ ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പം പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. കാരണം എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. സോ അതിന്റെ മൂവ്മെന്റ് കൂടുതലുള്ളതും എവിടെയായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ 2 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ പ്ലാന്റ്സ് certain waste products are stored as resins and gums, especially in old xylems. എന്താണ് ഈ ഓൾഡ് സൈലം എന്ന് പറയുന്നത്? നമ്മള് ഡെഡ് സൈലം ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾഡ് സൈലം എന്ന് പറയുന്നത്. ഡെഡ് സൈലം ടിഷ്യൂസ് നമുക്കറിയാം അല്ലെ. സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്ന 2 ടിഷ്യൂസ് ഉണ്ട് പ്ലാന്റ്സിനകത്ത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പം ഈ ഒരു ഓൾഡ് സൈലം എന്ന് പറയുന്നത് ഹാർട്ട് വുഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാർട്ട് വുഡ് എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ഓക്കെ, ഹാർട്ട് വുഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇത് കാണുന്നത് ഒരു മരത്തിന്റെ വുഡ് ഫോം ചെയ്യണത് ഈ ഹാർട്ട് വുഡ് ആണ്. നടുക്ക് സെൻട്രൽ ആയിട്ടായിരിക്കും ഈ ഹാർട്ട് വുഡ് കാണുന്നുണ്ടാവുക. അപ്പം അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സൈലം ആയിരിക്കും. ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള സൈലം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അത് ഇനാക്റ്റീവ് ആവുന്നത് എന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് പറയാം? അവിടെ എന്താണ് സ്റ്റോർ ചെയ്യണത്? വേസ്റ്റ് പ്രൊഡക്ട്സ്, റെസിൻസ്, ഗംസ്, അങ്ങനത്തെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെയാണ് എവിടെ സ്റ്റോർ ചെയ്യണത്? ഓൾഡ് സൈലം അല്ലെങ്കിൽ ഹാർട്ട് വുഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഓൾഡ് സൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ആയിട്ടുള്ള സൈലം ടിഷ്യൂ ആണ് ഓൾഡ് സൈലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽസ്യം ഓക്സൈഡ് റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ ടു ഫോം സ്ലേക്ക്ഡ് ലൈം വിച്ച് റിലീസസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്.
This reaction is an example of which of the following types of reaction? എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽസ്യം ഓക്സൈഡും വെള്ളവും കൂടെ നല്ല രീതിയിൽ വിഗറസ്ലി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? സ്ലേക്ക്ഡ് ലൈം ഫോം ചെയ്യും. ഈ ഒരു റിയാക്ഷനിൽ അവിടെ എന്താണ് റിലീസ് ചെയ്യണത്? വലിയ രീതിയിലുള്ള ഹീറ്റ് റിലീസ് സംഭവിക്കും. ഓക്കെ, ചൂട് നല്ല രീതിയിൽ സംഭവിക്കും. നമ്മള് ഇപ്പം നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്ക് അറിയില്ല, ഞാനൊക്കെ ചെറുതായിരിക്കുന്ന ടൈമില് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചുണ്ണാമ്പ് കലക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എപ്പോഴും ഒരു പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്ത് ചുണ്ണാമ്പ് ഉണ്ടാവും. നമ്മളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് അതിൽ തൊടരുത്, അതിനകത്ത് കൈയിടരുത് എന്ന് പറയും. അതിന്റെ റീസൺ എന്താണ്? അവിടെ നല്ല ചൂടായിരിക്കും. അത് ഇതാണ് കാരണം. അതായത് വലിയ എമൗണ്ടിലുള്ള വലിയ രീതിയിലുള്ള ഹീറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, അതിനകത്ത് കൊണ്ടുപോയി കൈയിടരുത് എന്ന് പറഞ്ഞതായിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. കുറെ പേർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. കുറച്ച് ഇങ്ങോട്ട് ജനിച്ച ആൾക്കാർക്കൊന്നും അത് അത്ര വലിയ ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അവിടെ സംഭവിക്കുന്നത് ഏത് റിയാക്ഷൻ ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ്, കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സ്ലേക്കഡ് ലൈം ഫോം ചെയ്യുമ്പം അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ലാർജ് എമൗണ്ടിലുള്ള ഹീറ്റ്. ബൈ പ്രൊഡക്റ്റ് അല്ല, അവിടെ റിലീസ് ചെയ്യുന്നത് ലാർജ് എമൗണ്ട് ഹീറ്റ് ആണ് അവിടെ റിലീസ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്, a current of 2A ampere is flowing through a conductor of resistance 12 ohm. Then find the potential difference in the conductor. Potential difference ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Potential difference എന്ന് പറഞ്ഞാൽ എന്താണ്? I into R ആണ്. Current into resistance ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 into 12 എന്നാണ് കിട്ടുക. That is 24 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Potential difference of the conductor. ആ കണ്ടക്ടറിലുള്ള potential difference എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിന്ന് എന്ത് മാത്രമേ മാറാൻ ചാൻസ് ഉള്ളൂ? ഈ തന്നിരിക്കുന്ന വാല്യൂസ് മാത്രമേ മാറാനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനകത്ത് തന്നിരിക്കുന്ന എന്താ പറയുക, ആ ഒരു ഐഡന്റിറ്റീസും ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി എന്ത് ചോദിക്കും? നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും തന്നിട്ട് കറണ്ട് ചോദിക്കാം. അങ്ങനെ ആ രീതിയിലുള്ള ചേഞ്ചസ് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞു തന്ന 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a force of 5 Newton applied to an object displaces it 3 meter from its initial position, then what is the work done by the force? നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? work done ആണ് വേണ്ടത് അല്ലേ? work done എന്ന് പറഞ്ഞാൽ എന്താണ്? force into displacement ആണ്. അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? 5 ന്യൂട്ടൺ ആണ്. എത്രയാണ് ഡിസ്പ്ലേസ് ആയത്? 3 മീറ്റർ. അപ്പൊ നമുക്ക് work done എന്ന് പറയുന്നത് എത്രയാണ്? 15 ജൂൾ എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിന്ന് തന്നിരിക്കുന്ന വാല്യൂസിൽ ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അടുത്തത്, who first discovered free living cells in pond water? പോണ്ട് വാട്ടർ, കുളത്തിലൊക്കെ കാണപ്പെടുന്ന വെള്ളത്തിനകത്ത് ഫ്രീ ആയിട്ട് ലിവ് ചെയ്യുന്ന സെൽസ് ഉണ്ട്, ഫ്രീ ലിവിങ് സെൽസ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ല്യൂവൻ ഹൂക്ക് ആണ്. 1674 ല്യൂവൻ ഹൂക്ക് ആണ് ആദ്യമായിട്ട് പോണ്ട് വാട്ടറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ലിവിങ് സെൽസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത്, ഇഫ് a muscle connect two bonds, okay, if a muscle connects two bonds, then which of the following connects muscles to bonds? അതായത് ഒരു മസിൽ രണ്ട് ബോൺസിനെ കണക്ട് ചെയ്തിട്ട് ഒരു മസിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലേ? അതെന്താണെന്നാണ് ചോദിക്കണേ. അതിന്റെ പേരാണ് ടെൻഡൻ. അപ്പൊ എന്താണ് ഈ ടെൻഡൻ എന്ന് ചോദിച്ചാൽ അതൊരു ഫൈബ്രസ് ടിഷ്യൂ ആണ്. ടെൻഡൻ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ്. അത് എന്താ ചെയ്യുന്നത്? മസിൽസിനെ ബോൺസിലോട്ടും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിലോട്ടും മസിൽസിന്റെ കണക്ഷൻ ഉറപ്പുവരുത്തുന്നത് ആരാണ്? ടെൻഡൻ ആണ് ഈ ഒരു കണക്ഷൻ ഉറപ്പുവരുത്തുന്നത്. അപ്പം ടെൻഡൻ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ്. മസിൽസിനെ വേറെ സ്ട്രക്ചേഴ്സ് ആയിട്ടും ബോൺസ് ആയിട്ടും കണക്ട് ചെയ്യുന്നത് ആരാണ്? ടെൻഡൻ ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
How does a plant move its leaves in response to touch? നമ്മൾ ടച്ച് മീ നോട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ ആണ് ടച്ച് മീ നോട്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു പ്ലാന്റിൽ നമ്മൾ തൊടുകയാണ്, തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സിനെ ഏത് രീതിയിലാണ് പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആ ഒരു ടച്ചിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് മൂവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വാട്ടറിന്റെ എമൗണ്ടിനെ ചേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു ടച്ചിനോട് അത് റെസ്പോണ്ട് ചെയ്യണത്. അപ്പൊ ഇതിപ്പോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാനൊന്ന് തൊട്ടത് കൊണ്ട് ഇപ്പൊ എന്ത് ചേഞ്ച് ആണ് അവിടെ വരുന്നത്? നമ്മൾ ജസ്റ്റ് തൊടുന്ന കാര്യമല്ല പറയണത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ കുറേ നേരം ഒരു ഇല നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് വരാൻ കാണില്ലേ? നമ്മൾ നോർമലി ഒരു ഡാർക്ക് ഷെയ്ഡ് കാണും. അവിടെ എന്താവും? നല്ല വാടിയ പോലെ ഇരിക്കും. അതിന്റെ കാരണം എന്താണ്? ആ ഭാഗത്ത് നിന്നുള്ള വെള്ളം എന്ത് ചെയ്തു? അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് പോയി എന്നതാണ് അതിന്റെ മീനിങ്. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത്. A soft iron rod is inserted inside a current carrying solenoid. ഒരു കറന്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു സോളനോയിഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അയൺ റോഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. When the rod made of soft iron is inserted inside the solenoid, the magnetic field inside the current carrying solenoid. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു current carrying solenoidനകത്ത് ഒരു soft iron rod ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു കറന്റ് ക്യാരിയിങ് സോളനോയിഡിനകത്തേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ റോഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സോളനോയിഡിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If your nose is blocked, the olfactory receptors are not able to detect what? നമ്മുടെ മൂക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യം ബുദ്ധിമുട്ട് വരുന്നത്? സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? മണം ഒന്നും ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. വലിയ ബയോളജി ഒന്നും ഇല്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. അടുത്തത്. In which of the following substances the particles are held together with maximum force? ഏറ്റവും മാക്സിമം ഫോഴ്സിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന അല്ലെങ്കിൽ സബ്സ്റ്റൻസ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് അയൺ റോഡിലാണ് അല്ലെങ്കിൽ അയൺ ഒബ്ജക്ട്സിലാണ് പാർട്ടിക്കിൾസ് അത്രയും ഫോഴ്സിൽ കാണപ്പെടുന്നത്. ഓക്കെ, അയൺ റോഡ് നമുക്ക് തന്ന ഓപ്ഷനിലുണ്ട്. അയണിന്റെ ഏതൊരു ഒബ്ജക്റ്റ് തന്നാലും നമുക്ക് പറയാം അതിനകത്താണ് എന്തുള്ളത്? പാർട്ടിക്കിൾസ് ഒരുമിച്ച് മാക്സിമം ഫോഴ്സിൽ നിൽക്കുന്നത്. അടുത്തത്. What are the SI units of mass and weight of a body respectively? നമുക്ക് അറിയാം അല്ലെ? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, വെയിറ്റിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്തത്. The magnification produced by a lens is related to the object distance. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ u ആണ്, ഇമേജിന്റെ ഡിസ്റ്റൻസ് v ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിന്റെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. അടുത്തത്. വിച്ച് വൺ എക്സിസ്റ്റ് ഇൻ ദ ഗ്രോയിങ് പാർട്ട് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ആൻഡ് ഇൻക്രീസസ് ദർ ലെങ്ത്? നമുക്ക് ചെടിയിലെ സ്റ്റെം ആണെങ്കിലും റൂട്ട് ആണെങ്കിലും വളരും അല്ലെ? അപ്പൊ അതിന്റെ നീളം ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏത് പാർട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് അത് സംഭവിക്കണേന്ന് ചോദിച്ചാൽ ടോപ്പ് സെപ്പറേറ്റേഴ്സ് ഓൺലി. ടോപ്പ് സെപ്പറേറ്റേഴ്സിലാണ് എന്ത് സംഭവിക്കുന്നത്? സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും വളർച്ച സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. When an action or movement is to be performed, which tissue in animals will perform the final action? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ആക്ഷനോ ഒരു മൂവ്മെന്റോ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫൈനലായിട്ട് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? മസ്കുലാർ ടിഷ്യൂ അല്ലെ? നമ്മൾ ഉള്ളിന്ന് നമ്മുടെ എല്ലാ ആക്ഷൻസ് കഴിഞ്ഞ് പുറത്തേക്ക് അത് എത്തിക്കുന്നത് ആരാണ്? മസ്കുലാർ ടിഷ്യൂ ആണ് ആ ഫൈനൽ ആക്ഷനെ പുറത്തേക്ക് എല്ലാവർക്കും മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അടുത്തത്. If a pair of linear equations is consistent, then the lines will be. ലീനിയർ ഇക്വേഷന്റെ ഒരു പെയർ കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻസ് എന്തായിരിക്കും? ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ കോയിൻസൈഡിങ് ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അല്ലെങ്കിൽ കോയിൻസൈഡിങ് ലൈൻസ് ആയിരിക്കും.
ഓക്കെ അല്ലേ? അപ്പൊ അത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പെന്റേന്റെ കെമിക്കൽ ഫോർമുല C5, പെന്റേന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, in a laboratory a student observed the temperature of water to be 298 Kelvin in Kelvin units. Kelvin യൂണിറ്റിൽ ടെമ്പറേച്ചർ, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എത്രയാണ് മെഷർ ചെയ്തത്? 298 K എന്നാണ് മെഷർ ചെയ്തത്. അതിനെ സെൽഷ്യസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 298 എന്ന് പറയുന്നത് 273 ആണ് എന്ത്? കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത്, ഒരു സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 K ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 273ൽ നിന്ന് 298 മൈനസ് ചെയ്താൽ ബാലൻസ് വരുന്നത് 25 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 25 ഡിഗ്രി സെൽഷ്യസ് ആണ് സെൽഷ്യസിൽ വരുമ്പം അവിടെ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, which is the dispersed phase of automobile exhaust? Automobile exhaust ന്റെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്ന ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ഫേസ് ആണ്. സോളിഡ് ഫേസിലാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഓൾവേസ് ഗ്രോസ് ഡൗൺവേർഡ്? ഒരു പ്ലാന്റിൽ എപ്പോഴും താഴേക്ക് മാത്രം വളരുന്ന പാർട്ട് ഏതാണ്? റൂട്ട് ആണ് എപ്പോഴും താഴേക്ക് മാത്രം വളരുന്ന പാർട്ട്. While dissolving a solute in a solution, when no more solute can be dissolved in the solution at a given temperature, it is called a saturated solution. എന്താണ്? ഒരു സൊല്യൂഷൻ അകത്ത് ഒരു സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുകയാണ് വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഉപ്പോ പഞ്ചസാരയോ വോട്ടെവർ ഇറ്റ് ഈസ് അത് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അതിന് കുലുക്കി അല്ലെങ്കിൽ ഇളക്കി അതിനെ സൊല്യൂഷൻ ആക്കി. ഇനി ഒരു സൊല്യൂട്ടും, അതായത് ഇനി ഒരു ഉപ്പോ പഞ്ചസാരയോ ഒന്നും അതിലേക്ക് അലിഞ്ഞു ചേരാൻ ബാക്കി ഇല്ല. നമുക്കിപ്പോൾ ഉള്ള ടെമ്പറേച്ചറിനകത്ത് എന്തില്ല? ഇനി അത് അലിഞ്ഞു ചേരാൻ ബാക്കിയില്ല എന്നൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്താണ് പറയുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, when the fruits burst with a sudden jerk, some seeds are dispersed and the seeds are scattered far away from the parent plant. This happens in the fruits of which of the following plants? അതായത് പെട്ടെന്ന് ഇടുക്കിയേ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചില സീഡ്സ്, ചില പാരന്റ് പ്ലാന്റിൽ നിന്നും അവരുടെ സീഡ്സ് ദൂരേക്ക് മാറിപ്പോയിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തിനൊക്കെയാണ്? ബാൽസം, മസ്റ്റാർഡ്, കടുകിന്റെ പി, പയറ്, കാസ്റ്റർ. ഈ 4 എണ്ണാണ്. പയറിന്റെ ഒക്കെ നമുക്ക് നല്ല ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ തനിയെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1.5 to 3.5. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഒരിക്കലും ചിലപ്പോൾ 1.5 to 3.5 എന്ന് തരില്ല. ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും തരുന്നത്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം 1.5 to 3.5ന്റെ ഉള്ളിലുള്ള ഏതൊരു വാല്യൂ തന്നാലും അതെന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ pH വാല്യൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസോട് കൂടിയിട്ട് നമ്മൾ സയൻസിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചിട്ട് സയൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. സയൻസിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ടോപ്പിക്കുകളും ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇനി പതിയെ നമ്മളിപ്പോൾ ജസ്റ്റ് ജനറൽ ആയിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു ടെൻഷൻ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഒന്ന് ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പൊ ഇനി പതിയെ ഇതിന്റെ ഒരു ചൂടിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ ആ രീതിയിൽ ഹിസ്റ്ററി, ജോഗ്രഫി എന്നുള്ള രീതിയിൽ നമ്മൾ ടോപ്പിക്കുകൾ ചെറുതാക്കി കൊണ്ടുവന്ന് ഓരോ ടോപ്പിക്കിനെയും വിശദമായിട്ട്, ടോപ്പിക് ഇൻ ദ സെൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഒക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ പറയുകയാണ്, NTPC റിവിഷൻ സീരീസിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ക്ഷമയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഐക്കാർട്ടിൽ എന്തുണ്ട്? നമ്മുടെ
NTPCയുടെ 45 ഡേയ്സ് റിവിഷൻ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കൂടാതെ തന്നെ മാത്സിലെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ പോയി കണ്ടു നോക്കുക. മാത്സ് ഒരുവിധം ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ സയൻസിൻ്റെ ആണെങ്കിലും നമ്മൾ ഓരോ ഇപ്പം ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ RRB എക്സാമിന് മുന്നേ ആയിട്ട് ഒരു റിവിഷൻ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി വരുന്ന വീഡിയോസ് വെയിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ഞാൻ മറന്നിട്ടില്ല, ഗ്രൂപ്പ് ഡിയുടെ ഉറപ്പായിട്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങൾ അങ്ങോട്ടേക്ക് നമ്മളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.